ഡിഗ്രി സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും പല ആൾക്കാർക്കും പല യുവാക്കൾക്കും ജോലി കിട്ടാത്തത്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്കറിയാം ഇപ്പം ഡിഗ്രിയും PG ഒക്കെ കഴിഞ്ഞ ഇഷ്ടംപോലെ സ്റ്റുഡൻസ് മാർക്കറ്റിലുണ്ട്, പക്ഷെ ജോലിയില്ല. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടില് ജോലി സാധ്യത കുറവാണ്. അത് ഒന്നാമത്തെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നമാണ്. പക്ഷെ അതിലും കൂടുതൽ നമ്മുടെ കുട്ടികൾക്ക് ഒരു ജോലി എടുക്കാനുള്ള ഒരു സ്കില്ലില്ല. അതിന്റെ പല റീസൺസ് ഉണ്ട്. അപ്പം ഫസ്റ്റ് പറയുകയാണെങ്കിൽ നമ്മളുടെ കോളേജിൽ എപ്പോഴും തിയറി സെന്റേർഡ് ക്ലാസ്സസ് ആണല്ലോ. നമ്മുടെ സിലബസ് അങ്ങനെയാണ്. നമ്മൾ എന്തൊക്കെയോ പഠിക്കുന്നു, അത് എക്സാമിന് പോയി എഴുതുന്നു, തീർന്നു. അതിനൊരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അപ്ലിക്കേഷൻ കൊടുക്കുന്നില്ല. പക്ഷെ ഇപ്പോഴത്തെ ഒരു സിലബസും ചെറിയൊരു മാറ്റമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ 4 ഇയേഴ്സിൽ. അതായത് ഇന്റേൺഷിപ്പും അവർക്കൊരു പ്രാക്ടിക്കൽ നോളജ് ഒക്കെ കിട്ടാനുള്ള ഒരു ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എങ്കിൽ പോലും എക്സ്പോഷർ കുറവായത് ഒരു വലിയൊരു റീസൺ ആണ്. പിന്നെന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഇന്റർവ്യൂവിനെ ഭയങ്കര പേടിയാണ്. അല്ലെ, നമുക്ക് എപ്പോഴും ഒരു ഇന്റർവ്യൂ എന്ന് കേൾക്കുമ്പോൾ എന്തോ വലിയ നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്ത ഒരു കാര്യം എന്നുള്ളപ്പം ഞാനൊരു 13 ഇയേഴ്സ് ആയിട്ട് അസാപ്പിൽ വർക്ക് ചെയ്യാണ്, സ്കിൽ ട്രെയിനറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം നമുക്ക് ഞാനിപ്പോൾ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലായതുകൊണ്ട് കാസർഗോഡ് ജില്ലയിലെ മിക്കവാറും ഓൾമോസ്റ്റ് എല്ലാ കോളേജിലും ക്ലാസ് എടുക്കാൻ പോകണം. സ്കിൽ ട്രെയിനിങ് ആണ് കൂടുതലും. ഈ ഫൈനൽ ഇയർ സ്റ്റുഡൻസിനാണ് നമ്മൾ ട്രെയിനിങ് എടുക്കുക. ഡിഗ്രി PG ഫൈനൽ ഇയർ, അതായത് ഇനി അവര് പുറത്തേക്ക് ഇനി ഇന്റർവ്യൂസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ കാണുന്നത് ഇവർക്കൊരു മോക്ക് ഇന്റർവ്യൂ ലാസ്റ്റ് ഒരു സെഷൻ കൊടുക്കും. നമ്മൾ ആദ്യം എങ്ങനെയാണ് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യേണ്ടതെന്നും റെസ്യൂമെ എങ്ങനെ ഉണ്ടാക്കണമെന്നും കാര്യങ്ങളൊക്കെ. റെസ്യൂമെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ഈ പറഞ്ഞ അൺഎംപ്ലോയ്മെന്റിന്റെ ഏറ്റവും വലിയൊരു റീസൺ, നമ്മളിപ്പം പുറത്തുനിന്നൊക്കെ കമ്പനീസ് ക്യാമ്പസ് പ്ലേസ്മെന്റിനൊക്കെ വരുമ്പോൾ ഇവർ കൊടുക്കുന്ന റെസ്യൂമെ കണ്ടാൽ ഒരിക്കലും ഇവർക്ക് എടുക്കാൻ തോന്നില്ല. കാരണം ഒട്ടും ഇംപ്രസീവ് അല്ല. അത് കാണുമ്പോ തന്നെ അവരുടെ ആ ഒരു ഒരു ഇഷ്യൂ അവർക്ക് ആ റെസ്യൂമേയിൽ കാണാൻ പറ്റും. ഒട്ടും പ്രൊഫഷണൽ അല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, നമ്മളൊരു ഫിലിം കാണാൻ പോകുമ്പോ നമ്മൾ അതിന്റെ ട്രെയിലർ നോക്കും അല്ലെ. ട്രെയിലർ അടിപൊളിയാണെങ്കിൽ നമുക്ക് ആ ഫിലിമിനെ കുറിച്ച് ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടാവും കാണാൻ വേണ്ടി. മോശമാണെങ്കിൽ പോലും ഫിലിം മോശമായിരിക്കും ചിലപ്പോ, ട്രെയിലർ അടിപൊളിയായിരിക്കും. പക്ഷെ നമ്മൾ ആ ഫിലിം കാണാൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ട്രെയിലർ അടിപൊളിയായിരുന്നു. പക്ഷെ ചില ട്രെയിലേഴ്സ് മോശമായിരിക്കും, നമ്മൾ അതുകൊണ്ട് ഫിലിം കാണാൻ പോവില്ല. ചിലപ്പോൾ ഫിലിം അടിപൊളിയായിരിക്കും. ഇതേപോലെയാണ് റെസ്യൂമയുടെ കാര്യം പറയുന്നത്. റെസ്യൂമെ അടിപൊളി ഇംപ്രസീവ് ആണെങ്കിൽ നമുക്ക് കാൻഡിഡേറ്റിനെ കാണണം, അല്ലെങ്കിൽ ആ കാൻഡിഡേറ്റിനോട് ക്വസ്റ്റ്യൻ ചോദിക്കണം എന്നുള്ള ആ ഒരു തോന്നല് നമുക്ക് വരും. പക്ഷെ റെസ്യൂമെ മോശമാണെങ്കിൽ കാൻഡിഡേറ്റിനെ ചിലപ്പോൾ ഇന്റർവ്യൂവിന് പോലും വിളിക്കാൻ സാധ്യതയില്ല അല്ലെ. പിന്നെ ഇപ്പൊ ATS ഒക്കെ വന്നിട്ടുണ്ട്. അതൊരു വലിയൊരു ഇഷ്യൂ ആണ്. ATS എന്ന് വെച്ചാൽ ആപ്ലിക്കന്റ് ട്രാക്കിംഗ് സിസ്റ്റം എന്നാണ് അതിന്റെ പേര്. അതായത് ഒരു സോഫ്റ്റ്വെയറിലേക്ക് റെസ്യൂമെ ഇടാണ്. നിങ്ങളിപ്പോ ഒരു റാങ്ക് ഹോൾഡർ ആണെങ്കിൽ പോലും നിങ്ങളുടെ റെസ്യൂമെ നല്ലതല്ലെങ്കിൽ ATSന് അറിയില്ലല്ലോ നിങ്ങൾ റാങ്ക് ഹോൾഡർ ആണോ എന്നൊക്കെ. അപ്പം ആ ഒരു സോഫ്റ്റ്വെയറിൽ നിങ്ങളുടെ റെസ്യൂമെ ഇടുമ്പോൾ ചിലപ്പോൾ അവിടെ തന്നെ അത് റിജക്റ്റ് ആയി പോകും. നിങ്ങളെ ഇന്റർവ്യൂവിന് കാണാൻ പോലുള്ള ഒരു സ്കോപ്പ് അവർക്കില്ല. അപ്പം അവിടെയും ഒരു വലിയ ഇഷ്യൂ ആണ്. സോ റെസ്യൂമെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്മ്യൂണിക്കേഷൻ സ്കില്ലില്ല സ്റ്റുഡൻസിന്. അത് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. കാരണം നമ്മൾ പഠിച്ചു, നല്ല മാർക്ക് മേടിച്ചു, പക്ഷെ നമ്മളോട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ, അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഫസ്റ്റ് ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? സെൽഫ് ഇൻട്രഡക്ഷൻ ആണ് അല്ലേ. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻ ആണ് ആദ്യം ചോദിക്കുക. അവിടെ തന്നെ അവർ ഫ്ലോപ്പ് ആവുകയാണ്. പേടി, എന്താ പറയണ്ടേ, ഞാൻ ജസ്റ്റ് എൻ്റെ പേര് ഇത്, അച്ഛൻ വീട്, അമ്മയുടെ പേര് ഇത്, അങ്ങനെയൊക്കെയാണ് പറയാ. അപ്പം ആ ഒരു സാധനം മാറി നല്ല ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ തന്നെ ഇംപ്രസീവ് ആയിട്ട് കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അവിടെ തന്നെ നമ്മളുടെ പകുതി വിജയമായി ഇന്റർവ്യൂയിലേക്ക്. അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് ഒട്ടും കോളേജുകളിലൊന്നും കൊടുക്കുന്നില്ലാത്തൊരു സ്കില്ലാണ്. സോ അതെല്ലാം നമ്മൾ ശരിക്കും പറഞ്ഞാൽ സിലബസിൽ ഇൻക്ലൂഡ് ചെയ്യണം. ഇതൊന്നും ഇല്ലാത്തത് നമ്മളുടെ കുട്ടികൾ ചോദിക്കാൻ വരായിരുന്നു. കാരണം ഈ ആക്ച്വൽ ഗ്യാപ്പ് എന്താണെന്നുള്ളത്, കാരണം നമ്മുടെ ഈ ഒരു സിലബസിൽ അതില്ലാത്തതിന്റെ ആണോ, അതോ അതുപോലെയുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു ഗ്യാപ്പ് വരുന്നതിന്റെ റിയൽ റീസൺ? സിലബസിൽ ഇതൊന്നും ഇല്ല സത്യം പറഞ്ഞ. പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞൊരു സാധനം മോസ്റ്റ് ഓഫ് ദി ഡിഗ്രി പ്രോഗ്രാംസിനും ഇല്ല. പിന്നെ ഈ പറഞ്ഞ MBAയിലൊക്കെ ചെറിയ എന്തൊക്കെയോ വരുന്നുണ്ട്. പക്ഷെ ഡിഗ്രി പ്രോഗ്രാംസിനൊന്നും ഇങ്ങനെ ഒരു ഇന്റർവ്യൂ പ്രിപ്പയർനെസ് ആയിട്ടുള്ള ഒരു കോഴ്സ് കൊടുക്കുന്നില്ല. അപ്പം അതൊരു ഇഷ്യൂ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, കുട്ടികൾ കോളേജിൽ പോകുന്ന സമയത്ത്
കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇവൺ ഒരു MA ഇംഗ്ലീഷ് കഴിഞ്ഞ ഒരു കുട്ടിക്ക് പോലും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പറയുന്നത് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണല്ലോ. അപ്പം ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം, അവർ അറ്റ്ലീസ്റ്റ് അവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആയിട്ടൊന്ന് ഇംഗ്ലീഷിൽ സംസാരിക്കുകയൊക്കെ ചെയ്യണം. പക്ഷെ നമ്മളുടെ സിസ്റ്റത്തിൽ അങ്ങനെ ഒരു സാധനം ഇല്ല. അതെ, ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ. അതെ, അത് CBSE സ്കൂൾസിൽ പിന്നെയും കുറെയൊക്കെ അവർ സ്ട്രിക്റ്റ് ആയിട്ട് ഫൈൻ എന്നൊക്കെ പറയുന്നതുകൊണ്ട് അവർ കുട്ടികൾ പേരിന് ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അപ്പൊ അവർക്ക് കുറച്ചും കൂടെ ഇംഗ്ലീഷ് നന്നായിട്ട്, നമ്മളൊക്കെ പണ്ട് പറയില്ലേ, ഓ അവള് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചതുകൊണ്ട് ഭയങ്കര ഇംഗ്ലീഷ്. അതിന്റെ റീസൺ അതാണ്, പണ്ട് ഫൈനും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നു. പക്ഷെ അതേ സമയത്ത് നമ്മൾ ഈ സെയിം CBSE സ്കൂളിൽ പഠിച്ച നല്ല ലാംഗ്വേജ് ഉള്ള കുട്ടി ചിലപ്പോൾ കോളേജിൽ എത്തിക്കഴിയുമ്പോൾ അവളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പോവാണ്. അതിന്റെ റീസൺ അവർ ഇന്ററാക്ഷൻ ഇല്ലാതെ വരുന്നു. അതുപോലെ ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിലോ, ക്രിട്ടിക്കൽ തിങ്കിങ്ങിനുള്ള ഒരു സ്കോപ്പ് അവർക്ക് കിട്ടുന്നില്ല. കാരണം സിലബസിലുള്ളത് പെട്ടെന്ന് പഠിപ്പിച്ച് തീർക്കുക എന്നുള്ളതാണ് ടീച്ചേഴ്സിന്റെ ലക്ഷ്യം. അത് എങ്ങനെയെങ്കിലും അതിന്റെ ഇടയിൽ യൂത്ത് ഫെസ്റ്റിവൽ വരുന്നു, സ്പോർട്സ് വരുന്നു, സമരങ്ങൾ വരുന്നു. അപ്പൊ ഇതിനെല്ലാം കഴിഞ്ഞിട്ട് ടീച്ചേഴ്സിന് ക്ലാസ് എടുക്കാനും സമയമില്ല. എല്ലാം കൂടെ എങ്ങനെയൊക്കെയോ പഠിപ്പിച്ച് തീർക്കുന്നു, എങ്ങനെയൊക്കെയോ എക്സാമിലേക്ക് അത് എഴുതി കുറെ എങ്ങനെയൊക്കെയോ പാസ്സായി പോകുന്നു. അങ്ങനെയാണ് കൂടുതലും നമ്മുടെ സിസ്റ്റത്തിൽ വരുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ. പിന്നെ റിലേഷൻഷിപ്പ് ഇല്ല. പണ്ടെന്ന് വെച്ചാൽ ഇന്റർ കോളേജ് മത്സരങ്ങളും, ഇപ്പം നമുക്ക് NSSനോ അല്ലെങ്കിൽ NCCക്കൊക്കെ മാത്രമേ ഈ ഒരു ഇന്റർ കണക്ഷൻ വരുന്നുള്ളൂ. ശരിക്കും പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കോളേജസിലുള്ള കുട്ടികൾ ചിലപ്പോൾ ക്യാമ്പുകളോ, അതെ ഒരു ക്യാമ്പുകളോ അങ്ങനെയൊക്കെയുള്ള ഒരു കണക്ഷൻസ് ഉണ്ട്, റിലേഷൻഷിപ്സ് ഉണ്ട്. ഇപ്പൊ ജോലി കിട്ടുകയാണെങ്കിൽ പോലും കണക്ഷൻസ് യൂസ് ചെയ്തിട്ട് അവർ സ്വയം കണ്ടെത്തി, ഓ ഇവിടെ ഒരു ജോലി ഉണ്ട്, ഞാൻ അതിൽ പോകുന്നുണ്ട്, നീ വരുന്നോ എന്ന് ചോദിച്ച് നമുക്കൊരു കണക്ഷൻ കിട്ടും. അപ്പോൾ ആ ഒരു കണക്ഷൻ ഇല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും കുട്ടികൾക്ക് കുറെ കണക്ഷൻ, പക്ഷെ അവർ അതിനു വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് എന്തോ ഒരു നാണക്കേട് പോലെയൊക്കെയാണ്. അപ്പം അതൊക്കെ കുറെയൊക്കെ മാറിയാൽ കുറെ ഇഷ്യൂസ് നമുക്ക് മാറ്റാൻ പറ്റും. വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം നഴ്സിംഗ് അതുപോലെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾക്ക് MBA അങ്ങനെയുള്ള കോഴ്സുകൾക്കൊക്കെ ഇന്റേൺഷിപ്സ് കമ്പൽസറി ആണ് അല്ലെ. ഇപ്പൊ MBBS ആണെങ്കിലും ഇന്റേൺഷിപ്പ് കമ്പൽസറി ആണ്. പക്ഷെ ഡിഗ്രി പ്രോഗ്രാംസിലും PG പ്രോഗ്രാംസിലും ഇന്റേൺഷിപ്സ് ഇല്ല. അപ്പം എന്താണ് പുറത്ത് പോയിട്ട് ഞാൻ ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലാരിറ്റി ഈ കുട്ടിക്ക് കിട്ടുന്നില്ല. അതേപോലെ ആൾക്കാരായിട്ട് എങ്ങനെ ഇടപെടണമെന്നും അറിയില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഇന്റേൺഷിപ്സ് ഒക്കെ കമ്പൽസറി ആയിട്ടും എല്ലാ ഡിഗ്രി പ്രോഗ്രാംസിനും ഒരു ബേസിക് ആയിട്ടൊരു പേപ്പർ വെക്കുകയാണെങ്കിൽ അത് കുറേയും കൂടെ അവർക്ക് എന്താണ് കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷിനാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും അവർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അതുപോലെ ഞാൻ വേറൊരു കാര്യം ചോദിക്കണം എന്ന് വിചാരിച്ചെന്ന് വെച്ചാൽ, ഇപ്പോൾ കുട്ടികൾക്ക് കരിയർ എന്തെടുക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ളൊരു ക്ലാരിറ്റി കുറവാണ്. ചില കുട്ടികൾക്ക് ഉണ്ടാവും ചെറുപ്പം തൊട്ട്, പക്ഷെ പുറത്തുനിന്ന് അതായത് ഉള്ള ഒരു പ്രഷർ കാരണമൊക്കെ അവർക്ക് ചിലപ്പോൾ അത് മാറ്റി ചിന്തിക്കേണ്ടി വരും. ശരിക്കും അവരുടെ എന്താണ് അവരുടെ ആഗ്രഹം അത് അവർക്ക് തിരിച്ചറിയാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. അപ്പൊ അതിന് ഒരു കരിയർ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്താണ് ശരിക്കും ചെയ്യേണ്ടത് കുട്ടികൾ? കരിയർ ക്ലാരിറ്റി എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും അതിലേക്ക് പേരൻസും അധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, കുട്ടികളും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. ഇപ്പം നമ്മൾ ഡിഗ്രി കഴിഞ്ഞ്, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ 13 years ആയിട്ട് ഡിഗ്രി ഫൈനൽ ഇയേഴ്സിനും PG ഫൈനൽ ഇയേഴ്സിനും ട്രെയിനിങ് എടുക്കാൻ പോകുന്ന ആളാണ്. അപ്പം ഇവരോട് വാട്ട് ഈസ് യുവർ എയിം എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല എന്നാ പറയാം അല്ലെ. നിങ്ങളൊരു ബസ്സിൽ കയറി എങ്ങോട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്, എങ്ങോട്ടേക്കാ പോകേണ്ടത് എന്ന് കണ്ടക്ടർ ചോദിക്കുമ്പം അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? ഇതേപോലെ തന്നെയാണ് നമ്മളൊരു പ്രോപ്പറായിട്ടൊരു ഗോൾ നമുക്കുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കണ്ടക്ടർ നമ്മളവിടെ ഇറക്കും അല്ലേ, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ പോയി ഇറങ്ങേണ്ടി വരും. ഇതേപോലെയാണ് നമ്മളുടെ കുട്ടികളുടെ അവസ്ഥ. എന്താണ് നെക്സ്റ്റ് അല്ലെങ്കിൽ ഞാൻ എന്താവണം എന്നുള്ള കാര്യം അവർക്ക് ഒരു ധാരണയില്ല. ഡിഗ്രി കഴിഞ്ഞിട്ടും ഒരു ധാരണയില്ല, PG കഴിഞ്ഞിട്ടും ഒരു ധാരണയില്ല. അപ്പം അങ്ങനെ വരുമ്പം നമുക്കിപ്പോൾ കുറേ ഓപ്ഷൻസ് ഉണ്ട് കേട്ടോ. ഇപ്പൊ 10th ഒക്കെ കഴിഞ്ഞാൽ നമുക്ക് ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഉണ്ട്. അപ്പം ഈ ആപ്റ്റിറ്റ്യൂഡ് എക്സാം അവർക്കൊരു ക്ലാരിറ്റി കൊടുക്കും. അതൊരു ടെസ്റ്റ് ആണോ? അതൊരു ചെറിയൊരു ടെസ്റ്റ് ആണ്. അതൊരു ക്ലാരിറ്റി കൊടുക്കും അവർക്ക് എന്തിലേക്കാണ് ആക്ച്വലി അവരുടെ ഒരു കൂടുതൽ അവർക്ക് ആപ്റ്റിറ്റ്യൂഡ് എന്നുള്ളത്, അവരുടെ ഇൻട്രസ്റ്റ് ഏതിലാണ്. സോ ഇപ്പോ നഴ്സിംഗ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ അല്ലെ നഴ്സിംഗ്.
ഇപ്പം എന്റെ ഫ്രണ്ട്സ് ഒക്കെ നഴ്സിംഗ് പോകുന്നു. അപ്പൊ ഞാനും എന്തായാലും എനിക്ക് പറ്റും, ഞാൻ ഇത് കഴിഞ്ഞ് പുറത്തേക്ക് പോകും, താല്പര്യം. കാരണം അത് എന്തോ ഒരു സേഫ് ജോബ് ആണ് എന്നുള്ള ഒരു ചിന്തയുണ്ട്. പക്ഷെ ഈ കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് അതിലാണോ എന്ന് നമുക്ക് അറിയില്ല. ചിലപ്പോ കുട്ടി ജോയിൻ ചെയ്ത് ഒരു 1-2 വർഷം കഴിയുമ്പോഴായിരിക്കും പറ്റേ ഇല്ല, ഒരിക്കലും ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് പറ്റില്ല എന്ന് കുട്ടി തിരിച്ചറിയുന്നത്. അപ്പോഴത്തേക്കും കുട്ടിയുടെ 2 years ഓൾറെഡി പോയിട്ടുണ്ട്. സോ ഒരു +2 എങ്കിലും എത്തുമ്പോൾ മിനിമം ഒരു ആപ്റ്റിറ്റ്യൂഡ് എക്സാം ഒക്കെ എടുത്ത് ഏതിലാണ് കൂടുതൽ ആപ്റ്റിറ്റ്യൂഡ്, ആൻഡ് ഇപ്പോൾ ഇഷ്ടം പോലെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം എല്ലാരും എടുക്കുന്ന ആ ഒരു സെയിം ഫീൽഡേ ഞാൻ എടുക്കുള്ളൂ. ഇപ്പൊ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ ഡിഗ്രി, അങ്ങനെയാണല്ലോ അല്ലെ ഒരു ട്രെൻഡ്. മെയിൻ എല്ലാരും പോകുന്ന ആ ഒരു വഴി, എക്സാം എഴുതുന്നത് തന്നെ ചിലപ്പോൾ അതിന് അതെ അതെ എല്ലാരും എടുക്കുന്ന അതല്ലാതെ കുട്ടി ചിലപ്പോൾ പുതിയൊരു നല്ലൊരു കോഴ്സ് തെരഞ്ഞെടുത്താൽ പോലും നമുക്കറിയാം നാട്ടുകാരെ ഇതെന്ത് കോഴ്സ്, ഇതൊക്കെ എടുത്തിട്ട് എന്ത് കാര്യം ഇല്ലാത്തത് കൊണ്ട്. അതെ അതെ ആൾക്കാർക്കും ആ ഒരു, അപ്പം കുട്ടിക്കും ഡൗട്ടായോ ഞാൻ എടുത്ത ശരിയാവോ. സോ ആദ്യം തന്നെ ഒരു ഗോള് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വേണം. അതൊരു 10th കഴിയുമ്പോൾ തന്നെ ഉണ്ടെങ്കിൽ വളരെ നല്ലത്. +2 കഴിയുമ്പോൾ മിനിമം നമുക്കൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ അതിലേക്ക് എത്താൻ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. 10th കഴിയുമ്പോഴേ അത് ഉണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് 11th 12th ആ ഒരു സ്ട്രീം എടുക്കാം ഉറപ്പായിട്ടും. കാരണം ഇപ്പം എനിക്ക് താല്പര്യം, ഇപ്പൊ എന്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് താല്പര്യം ഇംഗ്ലീഷ് ലിറ്ററേച്ചർ ആയിരുന്നു. പക്ഷെ എല്ലാരും അപ്പത്തേക്ക് നിർബന്ധിച്ചു, മാർക്കുണ്ടല്ലോ ആ സമയത്ത് 87% ഉണ്ട്, അപ്പൊ സയൻസ് എടുത്തൂടെ, എന്തിനാണ് വേറെ ഹ്യൂമാനിറ്റീസും കൊമേഴ്സും. എനിക്ക് മാത്സിൽ ഒരു താല്പര്യമില്ല, ഞാന് സയൻസ് എടുത്താൽ ഞാൻ വീണ്ടും പെടും. പക്ഷെ എന്നിട്ടും ഞാൻ ആൾക്കാർ എന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ഞാൻ കൊമേഴ്സ് എടുത്ത ഒരാളാണ്. ഇപ്പൊ ഞാൻ വിചാരിക്കണം എന്തിനാണ് ഞാൻ ആ കൊമേഴ്സ് എടുത്തത്, ഒരു ആവശ്യമില്ലായിരുന്നു. എനിക്ക് കുറേയും കൂടി ഈസി ആയിട്ട് ഹ്യൂമാനിറ്റീസ് എടുത്ത് പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ +2 കുറേയും കൂടെ നല്ല മാർക്കും കിട്ടിയേനെ, ഞാൻ എൻജോയ് ചെയ്ത് പഠിച്ചേനെ. പക്ഷെ ഞാൻ ആൾക്കാരെ പേടിച്ചിട്ട് അയ്യോ അവരൊക്കെ എന്ത് വിചാരിക്കും, ഹ്യൂമാനിറ്റീസ് വെച്ചാൽ എന്തോ മോശമായ കാര്യമാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പം അത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടർന്നുകൊണ്ട് പോകുന്നു. ഇപ്പൊ കുട്ടിക്ക് താല്പര്യം വേറെ ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് എടുക്കണെന്ന് പറഞ്ഞാലും ആൾക്കാര് ചോദിക്കും അതെന്ത് പറ്റി ചോദിക്കും. അതെ അതെ എന്ത് പറ്റി ഹ്യൂമാനിറ്റീസ് എടുത്തത്, സയൻസ് ഉണ്ടായിരുന്നല്ലോ, അപ്പം എന്തോ സയൻസ് മാർക്ക് കുറവുകൊണ്ടായിരിക്കും, കുട്ടിക്കൊന്നും അറിയില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയാണ്. അല്ലാതെ കുട്ടിയുടെ ലക്ഷ്യം അതാണ്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടി, അതൊന്നും ആൾക്കാർ ചിന്തിക്കുന്നില്ല. അതിന്റെ ആ സൊസൈറ്റി മാറേണ്ട സമയം കഴിഞ്ഞു. എന്നാലും കുറെയൊക്കെ ചെറിയൊരു മാറ്റമൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് തോന്നുന്നത്. ട്രെൻഡ് ഇപ്പൊ കുറച്ച് മാറിയിട്ടുണ്ട് എങ്കിൽ പോലും കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണെങ്കിൽ കുട്ടികൾക്കും ആ ഒരു സ്ട്രെസ്. കുട്ടികളാണെങ്കിലും കുറച്ച് തുറന്ന് അവരുടെ ഇഷ്ടങ്ങള് കുറച്ചുകൂടെ ഓപ്പൺ ആയിട്ട് സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പണ്ടത്തെ ഒരു അവസ്ഥയിൽ നിന്ന് കുറെ മാറിയിട്ടുണ്ട്. അതെ 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 അവര് ബാക്കിയുള്ളവര് പറയുന്നതിനേക്കാളും അവര് കുറച്ച് റിസർച്ച് ഒക്കെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനുള്ള ഒരു ഓപ്ഷനും ഉണ്ടല്ലോ, ഓപ്ഷൻസ് ഉണ്ട് അവർക്ക്. ChatGPTയും നെറ്റും ഒക്കെ ഉള്ളത് കൊണ്ട് അവര് കുറേയും കൂടെ റിസർച്ച് ചെയ്ത്, എന്നാലും അവർക്ക് ഒരു ഉറപ്പിക്കാൻ പറ്റുന്നില്ല. അതൊരു പ്രശ്നമാണ്. അവർക്ക് ഗൈഡൻസ് എടുക്കുന്നത് നല്ലതാണ്. കരിയർ ഗൈഡൻസ് എടുക്കുന്നത് വളരെ നല്ലൊരു സ്ഥലത്ത് പോയിട്ട് കരിയർ ഗൈഡൻസ് എടുത്താൽ അവർക്ക്. അതുപോലെ ഞാനിപ്പം എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമുണ്ട്, കുട്ടികൾ എപ്പോഴും നോക്കുന്നത് അവർക്ക് എത്രയും പെട്ടെന്ന് നല്ല സാലറി ഉള്ള ജോബിൽ കയറാൻ പറ്റണം. അല്ലാതെ അങ്ങനെ അവർക്കിപ്പോൾ ഇഷ്ടമില്ലാത്തതാണെങ്കിൽ പോലും ഓക്കെ ഇതിന് നല്ല സാലറി കിട്ടും എങ്കിൽ ഞാൻ അതിന് പോകാം, അങ്ങനത്തെ ഒരു ചിന്താഗതി ഉണ്ട് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. അതെ അതെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് നമ്മളെ പോലെ ഇങ്ങനെ കുറെ പഠിച്ച് പോകണമെന്നല്ല, അറ്റ്ലീസ്റ്റ് പെട്ടെന്ന് സെറ്റിൽ ആവണം. കുറെ മെനക്കെടാനൊന്നും പറ്റില്ല. ഒരു 6 month കോഴ്സ് ആണെങ്കിലും കുഴപ്പമില്ല, ജോലി സാധ്യത ഉണ്ടെങ്കിൽ അവർ അതിന് റെഡിയാണ്. ഇപ്പൊ പിന്നെ പുറത്തേക്ക് പോകാനുള്ള ഒരു ട്രെൻഡ് കുറച്ച് കൂടുതൽ കണ്ടുവരുന്നുണ്ട്. പക്ഷെ വീണ്ടും ഇപ്പൊ കുറച്ച് തിരിച്ചറിയാൻ തുടങ്ങി. കാരണം അവരുടെ പ്രശ്നം അതും വരുന്നുണ്ട്. അത് മാത്രല്ല അവരുടെ റിലേറ്റീവ്സും അല്ലെങ്കിൽ ചേട്ടന്മാരും ചേച്ചിമാരൊക്കെ പോയിട്ട് അവിടുത്തെ ഇഷ്യൂസ് ഒക്കെ പറയുമ്പോ ചെറിയൊരു ഡൗട്ട്, ഇനി പോണോ എന്നുള്ള ഒരു അത് ഇപ്പൊ വന്നിട്ടുണ്ട് ചെറുതായിട്ട്. എന്നാലും പുറത്തേക്ക് പോകാനാണ് അൾട്ടിമേറ്റ്ലി അവരുടെ ഒരു ഇഷ്ടം. അതെ, ഒരു സന്തോഷം എന്ന് പറയുന്നത് പുറത്തു പോവുക എന്നുള്ളത് തന്നെയാണ്. എന്നാലും ഈ പറഞ്ഞ പോലെ സ്ഥിരം പോകുന്ന ഒരു പ്രൊഫഷണൽ കോഴ്സുകളൊക്കെ അവരുടെ മനസ്സിൽ നിന്ന് കുറഞ്ഞു വരുന്നുണ്ട്. പിന്നെയും കുറേയും കൂടെ എയിം വെച്ചിട്ട് പഠിക്കുന്ന കുട്ടികൾ മാത്രമാണ് പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ കുറെ കൾച്ചേഴ്സ് അവരെ
ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ കൊറിയൻ കൾച്ചർ. അതെ അതെ അതെ, അത് ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് ആണ്. കൊറിയൻ കൾച്ചർ, അവർക്ക് കൊറിയയിൽ പോവാന്നുള്ളതാണ് ലക്ഷ്യം. എന്ത് ജോലി കിട്ടിയാലും കുഴപ്പമില്ല, ഞാൻ കൊറിയയിൽ പോയിട്ട് അവിടെ ഒന്ന് പോകണം, അല്ലെങ്കിൽ ജപ്പാനിൽ പോകണം, അങ്ങനെയൊക്കെയുള്ള ചെറിയൊരു ചിന്തകളൊക്കെയാണ് കുട്ടികള്. പിന്നെ എനിക്ക് തോന്നുന്നു അവർ ഒന്നിനെ കുറിച്ച് ഒരു സീരിയസ് ആയിട്ട് പഠിക്കുന്നില്ല. ഇപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ഞാനൊരു ഗവൺമെന്റ് കോളേജില് ട്രെയിനിങ് എടുക്കാൻ പോയ സമയത്ത് അവിടുത്തെ HOD എന്നോട് പറഞ്ഞാണ്, ബാങ്കിൽ നിന്ന് അവർ വന്നിട്ട്, ഇപ്പം ഗവൺമെന്റ് കോളേജ് ഒക്കെ ആകുമ്പോൾ കോമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് PG സ്റ്റുഡൻസ് ഒക്കെ കുറച്ചും കൂടെ നല്ല എന്താണ് ബേസ് ഉള്ള കുട്ടികളായിരിക്കും എന്ന് പറഞ്ഞാൽ അവരൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് വന്നാണ്. ഒരു ക്യാമ്പസ് സെലക്ഷൻ പോലെ ക്യാമ്പസിൽ വന്ന് സെലക്ട് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വെക്കുന്നുണ്ട്, താല്പര്യമുള്ളവര് ഒന്ന് ഡീറ്റെയിൽസ് HODക്ക് കൊടുക്കുക, എന്നിട്ട് നമുക്ക് അവിടെ വെച്ചിട്ട് ഇന്റർവ്യൂ നടത്തും എന്ന് പറഞ്ഞു. ആൻഡ് അത്യാവശ്യം നല്ലൊരു സാലറി, എനിക്ക് തോന്നുന്നു ഒരു 40 above ഉണ്ട്. അത്രയും നല്ലൊരു പോസ്റ്റ് ആണ്. അപ്പം ബാങ്കിൽ നിന്ന് അവര് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു, HODയുടെ അടുത്ത് പേര് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പോയി. ആൻഡ് അവര് പറഞ്ഞ ഒരു ഡേറ്റില് കാൻഡിഡേറ്റ് കുട്ടികളുടെ പേരൊന്നും കണ്ടില്ല. അപ്പൊ ബാങ്കിൽ നിന്ന് HODനെ വിളിച്ച് ചോദിച്ചപ്പം അപ്പോഴാണ് സാറും പെട്ടെന്ന് ശ്രദ്ധിക്കുന്നത്, ശരിയാണല്ലോ. അപ്പൊ സാറ് കുട്ടികളുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, എന്തുകൊണ്ട് നിങ്ങൾ ആരും പേര് തന്നില്ല, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട്. അപ്പൊ കുട്ടികൾ പറഞ്ഞാണ്, അവരിങ്ങനെ എന്തൊക്കെയോ വന്ന് തള്ളിയിട്ട് പോയി, ഇതൊക്കെ കിട്ടുന്നതാണോ? അപ്പൊ അത്രയും ചില കാര്യങ്ങളിൽ അവർ ഒട്ടും സീരിയസ് അല്ല. അത് അവരെല്ലാം ഇങ്ങനെ ഒരു റീൽ കണ്ടിട്ടുള്ളതാണോ എന്ന് എനിക്കറിയില്ല. അവരൊട്ടും സീരിയസ് അല്ലാത്ത പോലെ ചില സമയത്ത് തോന്നാറുണ്ട്. ഐ മീൻ ടീച്ചേഴ്സ് പറയാറുണ്ട്, ഈ കുട്ടികൾ ഒട്ടും സീരിയസ് അല്ലല്ലോ, ഇത്രയും നല്ലൊരു ഓപ്പർച്യൂണിറ്റി. ഇപ്പൊ നമ്മുടെയൊക്കെ കാലത്താണെങ്കിൽ ഒരു 15,000 ആണ് സ്റ്റാർട്ടിങ് സാലറി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ തന്നെ എനിക്ക് ഇത്രയും നല്ലൊരു സാലറി ഉള്ള ജോലി കിട്ടിയല്ലോ എന്നുള്ളത് ഭയങ്കര സന്തോഷമാണ്. ഇതപ്പം ഇത്രയും നല്ലൊരു സാലറി ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടും കുട്ടികൾക്ക് അത് വെറുതെ തള്ളിയിട്ട് പോയതായിരിക്കും എന്ന്. അപ്പം അത്രയും ഒരു സീരിയസ്നെസ് ചില സമയത്ത് അവർ കൊടുക്കാറില്ല എന്നുള്ളതും, പിന്നെ അവർ ഹാർഡ് വർക്കിന് അത്ര തയ്യാറല്ല. അതാ ഞാൻ പറഞ്ഞത്, പെട്ടെന്ന് അവർക്ക് നല്ലൊരു സാലറി വേണം, അധികം പണിയെടുക്കാൻ, അധികം അവർക്ക് എന്താണ് പെട്ടെന്ന് സ്ട്രെസ് വരുന്നതാണ് ഒരു ഇഷ്യൂ. അതൊരു സൈക്കോളജിക്കൽ പ്രശ്നമാണ് കേട്ടോ. നമുക്ക് അവരെ കുറ്റം പറയാൻ പറ്റില്ല, കാരണം അവര് സ്ട്രെസ് ഒന്നും അനുഭവിക്കാതെ വന്ന കുട്ടികളാണ്. അവർക്ക് പെട്ടെന്ന് ഒരു ജോലിയിൽ കയറിയിട്ട് സ്ട്രെസ് അനുഭവിക്കുമ്പോൾ അവർക്ക് ഒട്ടും അത് എന്താണ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു കാര്യം തോന്നിയെന്ന് വെച്ചാല്, ഒരു കാര്യത്തിൽ തന്നെ കുറച്ച് കൂടുതൽ ടൈം അവർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഒരു കാര്യം, ഇപ്പൊ അവർക്ക് ഇപ്പൊ ഒരു സിംഗിങ് ആണ് ഇഷ്ടം എന്ന് ആദ്യം അവർക്ക് തോന്നുന്നു, അവരതിന് വേണ്ടിയിട്ട് ചെയ്യുന്നു. കുറച്ച് സമയം കഴിയുമ്പോൾ അവരത് മടുക്കുവാണ്, അതിന്റെ ഇൻട്രസ്റ്റ് പോവാണ്. പിന്നെ അടുത്ത ഒരു ഓപ്ഷൻ അവരിലേക്ക് പോവാണ്. ശരിക്കുമുള്ള അവരുടെ ഇൻട്രസ്റ്റ് എന്താണെന്ന് ശരിക്കും അവർക്ക് തന്നെ മനസ്സിലാവാത്ത ഒരു ഇതാണ്. അത് മനസ്സിലാവാത്തത് മാത്രല്ല, അവരിപ്പം മൾട്ടി ടാലന്റഡ് ആണ്. ലൈക്ക് ഓരോ വർഷം കഴിയുമ്പോഴും കുട്ടികൾ കൂടുതൽ ടാലന്റഡ് ആണ്. ശരിക്കും അത് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ള ഒരു കാര്യമാണല്ലോ. ഇവര് ശരിക്കും മ്യൂസിക്കിൽ ഇപ്പൊ ഇൻട്രസ്റ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അത് പഠിച്ചു ഏകദേശം ഒക്കെ ആയി എന്ന് തോന്നുമ്പോ, ഇനി ഇപ്പൊ എന്തിനാ ഞാനിത് പഠിക്കുന്നത്, ഞാൻ ഇതിൽ പ്രോ ആയി എന്നുള്ള ഒരു ഫീൽ ഉണ്ട്. ഇപ്പൊ ഡാൻസ് പഠിക്കാൻ പോയി, ഒരു 2-3 months കഴിഞ്ഞ് ഇത് ശരിക്കും ഒന്ന് പഠിച്ചൊന്ന് വരുമ്പത്തേക്കും ഞാൻ ഇതൊക്കെ പഠിച്ചില്ലേ, ഇനിയിപ്പൊ എനിക്കിതില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കി ഞാൻ നെറ്റിൽ നോക്കിയൊക്കെ പഠിക്കാം എന്നുള്ള ഒരു ചിന്ത വന്നിട്ടുണ്ട്. ഈവൻ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ആണെങ്കിലും അവിടെ പോയി ഇരുന്ന് സാറ് പറയുന്നതൊക്കെ കേൾക്കണം, അവര് അടുത്ത ദിവസം ചെയ്യണം എന്ന് പറയുമ്പോൾ അത് ചെയ്തിട്ട് വരണം, അതൊക്കെ ബുദ്ധിമുട്ടാണ്. നമുക്ക് എല്ലാം അവൈലബിൾ ആണല്ലേ ഈസിലി, നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയൽസ്, അതെ അതെ എല്ലാം അവൈലബിൾ ആണ്. പിന്നെ എന്തിന് നമ്മൾ അവിടെ പോയി ആളുടെ കീഴിൽ പഠിച്ച്, അപ്പൊ അങ്ങനെ ഒരു ചിന്തയാണ് കുട്ടികളിലേക്ക് പോകുന്നത്. മറ്റത് നമ്മൾ തറവാവാതെ സാറ് നെക്സ്റ്റിലേക്ക് പോവില്ലല്ലോ. ഇത് പക്ഷെ അങ്ങനെയല്ല, നമുക്ക് പെട്ടെന്ന് നെക്സ്റ്റ്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ ഭയങ്കര എന്താണ് പെട്ടെന്ന് ഫാസ്റ്റ് ആണ്. അവർക്ക് ഇങ്ങനെ ക്ഷമയില്ല എന്നുള്ളതാണ്. അത് ക്ഷമയില്ലാതെ വരുന്നത് നമുക്കറിയാം എന്തുകൊണ്ടാണെന്ന്. ഫോൺ കാണുന്നു, നമ്മൾ ഇപ്പൊ റീൽസിലേക്ക് പോവാണെങ്കിൽ തന്നെ നമുക്ക് ഒരു ഇത്രയും സെക്കൻഡ്സ്, അതിന്റെ അപ്പുറത്തേക്ക് നമുക്കത് പറ്റുന്നില്ല, ബോറടിക്കുന്നു അല്ലെ. ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, പണ്ടൊക്കെ എന്ന് പറഞ്ഞാല് നമ്മള് TV-യിലൊക്കെയാണല്ലോ സിനിമകൾ കണ്ടോണ്ടിരുന്നത്.
അപ്പൊ നമ്മള് അത് കാണുന്നു, പരസ്യം വരുമ്പോഴും അത് കുത്തിയിരിക്കുന്നു, അത് കഴിഞ്ഞിട്ട് അടുത്തത് എത്ര മണിക്കൂർ നമ്മൾ പരസ്യം കാണുമായിരുന്നു അല്ലെ? പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ, ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് അടുത്ത കഥ പരസ്യം ഇല്ല. ഒരു പാട്ടാണെങ്കിൽ അവരത് ഫോർവേഡ് ചെയ്യും. അതെ അതെ, അവർക്ക് അങ്ങനെ ഇരുന്ന് കാണാം, പെട്ടെന്ന് കഥ അറിയണം, അടുത്തയിലേക്ക് പോണം. അതെ, ഇത് കണ്ട് ഇപ്പൊ പാട്ടൊന്നും കാണാറേ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ലൈക് ഫിലിംസ്, മൂവീസ് ഒക്കെ നമ്മള് ഫോണിലോ അല്ലെങ്കിൽ ടിവിയിൽ നോക്കുന്ന സമയത്ത് നമ്മൾ പാട്ട് ഒരിക്കലും ഫുള്ള് കാണാറില്ല അല്ലെ? നമ്മൾ അപ്പൊ തന്നെ മൂവി കാണുന്ന സമയത്ത് പാട്ട് ശ്രദ്ധിക്കാറുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുട്ടികൾ പാട്ടുകൾ അല്ലാതെയുള്ള അല്ല, മൂവീസ് കാണുമ്പോഴും ഐ മീൻ നമ്മളുടെ ടിവിയിലുള്ള മൂവീസ് ആണെങ്കിൽ അവർക്ക് പാട്ട് താല്പര്യമില്ല. കാരണം അവർ ഓൾറെഡി ഈ പാട്ട് മുന്നേ കേട്ടിട്ടുണ്ടാവും. അത് തന്നെ എന്തിനാ ഇപ്പൊ ഇത്രയും സമയം ഈ ഫിലിം കാണുന്നതിന്റെ ഇടയിൽ കാണുന്നതെന്ന് വിചാരിച്ച് അവരത് ഫാസ്റ്റ് അടിച്ച് പോവാറുണ്ട്. അപ്പൊ അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. ഇപ്പൊ നമ്മൾക്കാണെങ്കിൽ പോലും ആ പാട്ട് കാണാൻ ഇപ്പൊ ഇൻട്രസ്റ്റ് ഇല്ല. പണ്ട് നമ്മൾ പരസ്യം സന്തോഷത്തോടെ കണ്ട് വെയിറ്റ് ചെയ്തിരുന്ന നമ്മളാണ് നമ്മൾ സ്കിപ്പ് അടിച്ചു പോവല്ല. അപ്പം ഇത് മൊത്തത്തിൽ വരുന്ന ഒരു മാറ്റമാണ്. നമുക്ക് കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മളും അതുപോലെ മാറിയിട്ടുണ്ട്.